പരിശുദ്ധാത്മാവിന് സ്തുതി. കൃപയോടും വീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തുഭരിക്കണമേ, പോറ്റണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധി കൈക്കൊള്ളണമേ, ഹൃദയം ഗമമാ കൈക്കൊള്ളണമേ. കർത്താവേ, സന്നിധി വിട്ടെന്നോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ. കാരുണ്യം നീ കാണിക്കായി വരകളാദിവശിക്കവരാരംഭിക്കും. ശാശ്വതമാന്തരമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിലരമിടരേ മിഴിനീർത്തോകി ഉണർത്തിച്ചു. ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ, പാന്തിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ നാദാനീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ മരണത്തിൻ സന്ദേശവുമായി വന്നിടമല്ലോ, അസ്ഥിരമല്ലോ ജീവാശകളും നീ പോളകളോ ഞാൻ കണ്ടൊരു ദിനം ഭാവന എത്ര വിശിഷ്ടത്തിൽ പുനരുദ്ധാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ബാധത്തിനെ നിരത്തണമേ. ശരണം മർക്കിനും നീയല്ലോ, ആദ്യം മുതൽ എന്നേക്കുമാമേ. സഭയെ കാത്തുഭരിക്കണമേ, കൈക്കൊള്ളാസുമോടെ ദാസചിയം പൂർവന്മാരാ വിളികൾ പോലെ കൈകൊണ്ടവരെ കൈകടിയ
മഹിയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കർത്താപ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞ കർത്താവേ നിന്ദിവിനിണത്താൽ നേടിയ സഭയെ എന്നിൽ നിന്ന് മരണത്തിൻ സന്ദേശം സന്ദേശവുമായി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക നിന്നിൽ പരത്തിൻ സന്ദേശോ പരിശുദ്ധന്മാർക്കവരെ നിത്യാനന്ദവും ആശിക്കും ഞാൻ തന്നെ നിത്യായുസ്സും വിശ്വാസമർച്ചനും ആദ്യം മുതൽ എന്നേക്കുമാമേ വിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ പൂർണ്ണമായി നീ അറിയുന്നു മാംസമിനങ്ങൾ കൈക്കൊണ്ടവരെ രാജകുമാരി ബലിപീഠത്തിൽ കൂടിച്ചമേക്കും പ്രാവുഗണത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹ കർത്താവേ അമ്പരവേദിയിൽ അന്തിമമാം സമയം തെളിയും തന്നില്ല. കൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാദാമീ താനവലംബം മന്ദിയൊരത്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക തോരകൾ
ഈശോയുടെ സ്നേഹിക്കുന്ന പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, നമ്മൾ ഇവിടെ ഓരോരുത്തരുമായിരിക്കുകയായി സഹോദരിയുടെ നിര്യാണത്തിൽ പങ്കുചേരാനായിട്ടാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ജീവനും പുനരുത്ഥാനവുമാവുന്നു, എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. ഈ സഹോദരി ഇന്ന് നമ്മെ വിട്ടുപോയി കഴിയുമ്പോൾ നമ്മൾ ഈ സഹോദരി കർത്താവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളി ഇന്ന് നമുക്ക് വേണ്ടി സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരിയുടെ യാത്രയിൽ നമ്മൾ ഒരിക്കലും ദുഃഖിതരാകാതെ സ്വർഗത്തിൽ സഹോദരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. പൗലോസ് ശ്ലീഹ അത് തന്നെയാണ് പറയുന്നത്, നമ്മളെപ്പോഴും പ്രത്യാശ ഉള്ളവരെ പോലെ അറിയാനായിട്ട് ശ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ മരണമെന്നത് സ്വർഗത്തിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പം ആ യാത്രയിൽ നാം എല്ലാവരും ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് പങ്കു പറ്റുന്നവരാണ്. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ ഓരോരുത്തരും പങ്കുചേരുകയാണ്. പ്രത്യേകമായിട്ട് വികാരിച്ചൻ്റെയും പനത്തിയുടെ അവാംഗങ്ങളുടെയും പേരുള്ള ദുഃഖം ഈ സമയം രേഖപ്പെടുത്തുകയാണ്. ഭവനത്തിലുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് പ്രവേശിക്കാം. അനുഭവിക്കുന്ന പാപികളുടെ സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനതിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെ നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിലേക്ക് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും അങ്ങയുടെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃപ്തനൂഢമായ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നുള്ള ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ശിവന്റെ ഭരണത്തിന്റെയും നാദരമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം പെടുന്ന സ്വീകരിക്കുന്നതിനുമായി കർത്താവ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നുള്ള ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ ഭരണത്തിന്റെയും നാദരമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്നതിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ ഭരണവിധരാക്കുകയും ക്രിയാധികത ഉയർത്തുകയും ചെയ്ത കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നല്ല ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും
ജീവന്റെ മരണത്തിന്റെയും നാദരമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. എന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപരാമിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമെന്നരുളേണം. കർത്താവിനും സകലമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിലു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മറ്റിന മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാമിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടെ നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം പാകെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുവായ സ്തുതി. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധത്തിന് ശേഷം നമ്മുടെ കർത്താവായ യേശുവായ സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്തവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ദൃഢമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഓരോടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ
നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മെസ്സിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മെസ്സിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മെസ്സിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയുടെ കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിലയാതെയൊക്കെ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. അങ്ങേ ഭക്തിയുമായ തൃപ്തനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും ശുദ്ധനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. ആമേൻ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്തമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്തമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവേർപ്പെട്ട് കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്തമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയൊരു ദൈവം കരുണയുടന്തികമർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്തമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാവട്ടെ. വിശിഷ്ടായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഭവനത്തിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം ഇവിടെ ആയിരിക്കുക. ബാക്കിയുള്ളവരെല്ലാം പതുക്കെ പള്ളിയിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതൽ എനിക്കായി നൽകിയ അവസരമേ, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു.
സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പകരത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമറിവോ ഡോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമേരാത്തോ ഉന്നതമോസ്മീം പ്രാപിപ്പതിനാ. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിരെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാൻ നഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ. ജീവൻ പകരും കുരിശിനെ വിരവോ ദാശ്ലേഷിച്ചു. നിന്റെ കരുണയെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ കൈക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാപിനിയോടായി കൽപ്പിച്ചതുപോലെന്നോടുമിപ്പോ കൽപ്പിക്കണമേ. പിള്ളേർ തല മാറിക്ക് മാറിക്ക് നിങ്ങൾ പോകുന്നു ഞാൻ ലയമിയലാക്കി
ജീവനും അതുപോൽ ശരണവും അരുളിന ശബ്ദമുയർത്തുമ്പോൾ കല്ലറ
പരിശുദ്ധാത്മാവുമായി സർവീസിനാം. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂദാശകളാൽ എൻ്റെ ആത്മാവിനെ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ സൃഷ്ടിക്കുകയും മരണവിധേയമാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സുവിശേഷത്തിൻ
കർത്താവിന്റെ ദാസ്യമായ ആത്മാവിനെ നിർമ്മലമായ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെയും മണ്ണവതരാക്കുകയും ചെയ്യുന്നവേ, എന്റെ വിശുദ്ധന്മാർ ശ്രമപ്പെടുന്ന എത്ര മനോഹരമാകുന്നു. വിശുദ്ധ കുർബാനെ പരിപുഷ്ടവും വിശുദ്ധമായ ശരീരത്തിന് അങ്ങേ ദൈവത്തിന്റെ രണ്ടാമത്തെ ആവരം വരെ വിശ്രമം നൽകേണ്ട ഈ പ്രകടനമേ. ജീവന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. സ്വഭാവ നീനെ തിളക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുവാൻ ഞാൻ അതിനേക്കാൾ വന്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നീ പൊടിയാവുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മൊത്തത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാസുകൾ ദൈവത്തിന്റെ ആശ്രയത്തിൽ തന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. മനുഷ്യ നീ പൊടിയാവുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ ദൈവമിതിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നീ നിർത്തണമേ. നല്ല വലത്ത് ഫലം വാങ്ങി പുഷ്പങ്ങൾ അർപ്പിക്കാനുള്ള സമയമാണ്. സ്ത്രീകളും പുരുഷന്മാരും രണ്ട് സൈഡിൽ കൂടെ വന്ന് പുഷ്പം അർപ്പിച്ച് സന്ധ്യയിൽ കൂടെ കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആകാശഭൂമി ജീവിക്കുന്നവനേ നൽകണമേ മൃതനായുസ്സും. കർത്താവേ ശോണിതവും ദൈവശരീരവും അറിവോടെ
ഞങ്ങൾ കേൾക്കണമേ. പാപരിക്ക് വെറുതെയോട് നമ്മളെ വിശദീകരിച്ച് നിർത്താമേ. നിനേകത്താൽ പരിശോധന വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടി സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. മരിച്ചുയർപ്പിക്കുന്നവരും അവൾക്ക് നിത്യവാസം കൊടുക്കുന്നതുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. മിശിഹാകർത്താവിൻ ദാസേയനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമത്തുതിയോടെ മർത്തയുടൻ കൂടെ കടശീലത്താനും നിതരാം കൈവാർന്നരുളത്തെ കർത്താവകിലേശൻ. ഹൃദയോർത്തിരിങ്ങൾ സദനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. ഒരുത്താനും വരുമല്ലോ മരണമുറക്കം താൻ. നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്ന് നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ചൂടായുമായ കർത്താവേ, ആ ശബ്ദമഹിമാനിതയുടെ ദുഷ്ണമിയുടെ ദാസിയെ വിളിക്കുകയും അങ്ങേ വലതുപാതീർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവരും കരുണ നിറഞ്ഞവരും കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന ദയാപൂർവ്വം പരിപാലിക്കണമേ. മഹിമയോടെ ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർപ്പും മഹനീയമായി നിത്യജീവനം നൽകി സുഖരാജിതമായ വസ്ത്രത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിവരോടുമായ വിശുദ്ധാത്മ ശരീരത്തിനെ ഈ അംഗത്തെ അനുഭവിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി ഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.